ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കാരുണികനായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സംതൃപ്തമായ മനസ്സാണ്, സമാധാനപൂർണമായ ജീവിതമാണ്, എപ്പോഴും മനഃശാന്തിയുള്ള മനസ്സമാധാനമുള്ള അവസ്ഥയാണ്. മനസ്സമാധാനം നമുക്ക് ലഭ്യമാകണമെങ്കിൽ, നമുക്ക് സംതൃപ്തിദായകമായ സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ ഏറ്റവും നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും നല്ല പ്രത്യാശാപൂർണമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. അപ്പോഴാണ് ഈ സമാധാനത്തിൻ്റെ ആനന്ദ അനുഭൂതികൾ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുക. ജീവിതത്തിൻ്റെ ഇരുളുകളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി കാലങ്ങളിൽ എനിക്ക് വരാനിരിക്കുന്ന ഒരു പുതിയ കാലമുണ്ട്. ആ വരാനിരിക്കുന്ന കാലത്ത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിതം എനിക്ക് സാധ്യമാകും എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യതമാകുക. ഒരു വിദ്യാർത്ഥിക്ക് അവൻ പഠിക്കുന്നത്, അവൻ ട്യൂഷന് പോകുന്നത്, അവനെ രാത്രി ഉറക്കമിളക്കുന്നത്, നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്നത് വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്നാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും മണ്ണിനോടും കൃഷി ഉപകരണങ്ങളോടും നിരന്തരമായ സ്നേഹം പുലർത്തുകയും പാടത്ത് പണിയെടുക്കുകയും തൻ്റെ ശരീര അധ്വാനം ധാരാളം നിർവഹിക്കുകയും ചെയ്യുന്നത് മനോഹരമായ വിളവെടുപ്പ് സ്വപ്നം കണ്ടുകൊണ്ടാണ്. രോഗിയായി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രോഗശമനത്തെക്കുറിച്ചുള്ള വിചാരസങ്കല്പത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് മനഃശാന്തി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവടത്തിന് വേണ്ടി ഉറക്കമിളക്കുന്നത്, അധ്വാനിക്കുന്നത്, അതിനായി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനായി പ്രവർത്തിക്കുന്നത്, പ്രയത്നിക്കുന്നത് എല്ലാം തനിക്ക് ലാഭം ലഭ്യമാകും എന്നതുകൊണ്ടാണ്. ലാഭമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നിന്നാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് മർദ്ദിതരായ ജനവിഭാഗങ്ങൾ. എക്കാലവും തങ്ങൾ മർദ്ദിതരായി പീഡന പർവ്വങ്ങളിൽ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കും എന്നല്ല, വരാനിരിക്കുന്ന ഒരു പുതിയ ലോകത്ത് ഈ മർദ്ദകന്മാർക്കൊക്കെയും നാശം വരുന്ന ഒരു കാലം വരും. അവരോടൊക്കെയും പ്രതികാരമുണ്ടാകുന്ന, അവരിൽ നിന്നൊക്കെയും സ്വാതന്ത്ര്യം ലഭ്യമാകാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനോഹരമായ ഒരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്വപ്നത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക്, മർദ്ദിതരായ ജനതയ്ക്ക് ആവേശമുണ്ടാകുന്നത്. അവരുടെ ജീവിതത്തെയും സമരത്തെയും കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസിക്ക് ഇന്നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളുമൊക്കെയും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അനുഗ്രഹീതമായ സ്വർഗലോകത്ത് ഇന്നെനിക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം സാധ്യമാകുന്ന, ഇന്നെനിക്ക് തടയപ്പെട്ടതെല്ലാം ഉണ്ടാകുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത് നാളെയെ സ്വപ്നം കണ്ടിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ധാരാളക്കണക്കിന് ഖുർആനിക വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ആ നിരാശാപൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ചല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള നിരാശാപൂർണമായ ജീവിതം ഒരാൾക്കും സാധ്യമാകേണ്ടതില്ല. പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി പുതിയ ജീവിതത്തിനെ കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം എന്നതാണ്. നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം തൻ്റെ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ധാരാളക്കണക്കിന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരിക്കലും കുട്ടികളുണ്ടാകുന്നില്ല. പക്ഷേ 98ാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷം, 90കൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടി എൻ്റെ നാഥൻ എന്നെ കൈവടിയുകയില്ല, നാഥനെ സ്വകാര്യമായി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ നാഥൻ ഒരിക്കലും എന്നെ കൈവടിയുകയില്ല എന്ന വിചാരവും സങ്കല്പവുമാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പ്രിയപുത്രൻ നഷ്ടപ്പെട്ട മഹാനായ യഅ്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഹൃദയം തൻ്റെ മകനെ കൊണ്ടുള്ള സങ്കടത്താൽ, തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടത്താൽ ഏറ്റവും പ്രയാസകരമായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിരാശ ബാധിക്കുന്നതേയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ക്ഷമിക്കാൻ, സ്വബറൻ ജമീല,
ഏറ്റവും മനോഹരമായി, ഏറ്റവും സുന്ദരമായി ക്ഷമിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, അവരെല്ലാവരെയും ഒരുപക്ഷെ പടച്ച റബ്ബ് എൻ്റെ അടുക്കലേക്ക് എത്തിച്ചേക്കാം. തീർച്ചയായും റബ്ബ് എല്ലാം അറിയുന്നവനാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളാണ് അദ്ദേഹത്തിനെ ജീവിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം ആ പ്രതീക്ഷയ്ക്ക് ധൈര്യം നൽകുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും അദ്ദേഹം മക്കളോട് പറയുന്നത്, എൻ്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ പാഠമാണത്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അനുഗ്രഹീതനായ പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശനാകരുത് എന്ന്. അതുപോലെ തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, സ്വകാര്യമായി തൻ്റെ റബ്ബിനോട് ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സക്കരിയ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പടച്ച തമ്പുരാനെ, എൻ്റെ അസ്ഥികൾ വളരെ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. ശിരസാണെങ്കിൽ നരയാൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാഥ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എനിക്ക് ശേഷം ബന്ധുജനങ്ങളില്ലാതാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവളാണെങ്കിൽ വന്ധ്യയാണ്. അതിനാൽ നിന്റെ സവിശേഷമായ ഔദാര്യത്താൽ എനിക്കൊരു പിൻഗാമിയെ പ്രദാനം ചെയ്യണേ എന്ന് കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശനാകാതെ നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. അവൻ എനിക്ക് പിന്തുടർച്ച അവകാശിയായി അവനുണ്ടാകണം. അങ്ങനെയുള്ള ഒരു പിന്തുടർച്ച അവകാശി എനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നത് സൂറത്തുൽ മറിയമിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആകാശ ലോകങ്ങളിൽ നിന്ന് അതിന് പ്രത്യുത്തരം ലഭിക്കുകയാണ്. ഓ സക്കരിയ, നിനക്ക് ഒരു പുത്രന്റെ ശുഭവാർത്ത നൽകുകയാണ്. അവന്റെ പേര് യഹിയ എന്നായിരിക്കും. ഈ പേരിൽ ഇതിനു മുമ്പ് നാം ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധ വേദത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നുപോയ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, കഠിനമായ പരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം അനുഭവിച്ചത്. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാനിതാ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. പടച്ച തമ്പുരാനെ, നീയാണെങ്കിൽ കരുണയുള്ളവരിൽ ഏറെയേറെ കരുണയുള്ളവനാണല്ലോ തമ്പുരാനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുരിതം ദൂരീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ നമുക്കിങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും. മത്സ്യത്തിൻ്റെ വായിൽ കുടുങ്ങിപ്പോയ, ഉദരത്തിൽ അകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അന്ധകാരങ്ങളിൽ വെച്ച്, മത്സ്യത്തിൻ്റെ വായയിലെ ഇരുട്ടറയിൽ വെച്ച് അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, നീയല്ലാതെ ഇലാഹില്ല, നീ ഏറ്റവും വലിയ പരിശുദ്ധനായ തമ്പുരാനാണ്. അള്ളാഹുവേ, ഒരു തെറ്റ് ചെയ്തു പോയി ഞാൻ, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷമഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷമത്തെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിലുടനീളം ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. പ്രതീക്ഷയോടുകൂടി പുതിയ കാലത്തെ പുതിയ പ്രഭാതമുണ്ടാകും. മർദ്ദിത ജനങ്ങൾക്ക്, പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ചെകുത്താന്മാരിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു കാലം വരും എന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പുതിയ പ്രഭാതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മനുഷ്യനെ നയിക്കുന്നതും നയിക്കേണ്ടതും. വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം. ഒരു ചെറിയ ജോലി നഷ്ടപ്പെടുമ്പോഴേക്ക്, ഒരു ചെറിയ ശമ്പളത്തിൽ ചെറിയ നഷ്ടം സംഭവിക്കുമ്പോഴേക്ക്, ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് എൻ്റെ ജീവിതം ഇതാ തകർന്നിരിക്കുന്നു എന്ന് വിചാരിച്ചു പോകുന്നവരിൽ നാം പെട്ടുപോകരുത്. നമുക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നത് അള്ളാഹുവാണ്. നമുക്ക് വിഭവങ്ങൾ നൽകുന്നത് ദൈവം തമ്പുരാനാണ്, പടച്ച തമ്പുരാനാണ്. ആ ദൈവത്തിൻ്റെ വിഹിതത്താലല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള കരളുറപ്പുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. ആ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തും പ്രതീക്ഷയുടെ പുലരിയെക്കുറിച്ചുള്ള മനോഹരമായ സങ്കല്പത്തിൽ പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന നല്ലവരിൽ കാലുകൾ ഇടറാതെ, പാദങ്ങൾ ഇടറിപ്പോകാതെ, മനസ്സ് പതറിപ്പോകാതെ അനുഗ്രഹീതമായ ജീവിതത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.